നല്ല ചൂട് ഉഴുന്നുവട, അതിൻ്റെ കൂടെ കൂട്ടാൻ സാമ്പാറും ചട്നിയുമല്ല, നല്ല ചിക്കൻ സ്റ്റൂ. രുചികൾ തേടിയുള്ള പീസ് വേൾഡിൻ്റെ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. രുചികൾ തേടി നമ്മളിന്ന് പോകുന്നത് ഹോട്ടലുകളിലേക്കല്ല, നമ്മുടെ കണ്ണൂർ ചാലാട് പാമ്പംകുന്നിന് സമീപം പുതുതായിട്ട് ആരംഭിച്ച ശ്രീ മംഗല്യ അരവ് കേന്ദ്രത്തിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് അഴീക്കലേക്ക് വരുമ്പോൾ പാമ്പംകുന്ന് കയറുമ്പോൾ ഇടതുവശത്താണ് ശ്രീ മംഗല്യ അരവ് കേന്ദ്രം. കണ്ണൂർ ചാലാട് ഇവർ കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ കണ്ണൂർ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഭാഗത്ത് ഇവർ 6 വർഷത്തോളമായിട്ട് അരവ് കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. വീട്ടാവശ്യത്തിനൊക്കെയുള്ള ചെറിയ ക്വാണ്ടിറ്റിയിലും ഹോട്ടൽ കാറ്ററിംഗ് ആവശ്യത്തിനുള്ള ബൾക്ക് ക്വാണ്ടിറ്റിയിലും സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതവരുടെ ഈവനിങ് സ്നാക്സിനൊക്കെ പറ്റുന്ന സ്വീറ്റ് അവല്, ശർക്കരയും അവിലും ഏലക്കായും ഒക്കെ ചേർത്ത ഐറ്റം. 200 ഗ്രാമിന് 50 രൂപയാണ് വില. പിന്നെ ചമ്മന്തിപ്പൊടി, അത് 200 ഗ്രാമിന് 90 രൂപ. പിന്നെ സാമ്പാറിനുള്ള വറുത്തരച്ച തേങ്ങ, അത് 250 ഗ്രാമിന് 90 രൂപ. 1/2 കിലോൻ്റെ പാക്കറ്റും അവൈലബിൾ ആണ്. പിന്നെ ചിക്കനും മട്ടനും ഒക്കെയുള്ള വറുത്തരച്ച തേങ്ങ, അത് 1/4 കിലോന് 90 രൂപ. അതും 1/2 കിലോൻ്റെ പാക്കറ്റും അവൈലബിൾ ആണ്. പിന്നെ ഇഡ്ലി മാവ്, ദോശമാവ്, വെള്ളയപ്പത്തിൻ്റെ കൂട്ട്, അതൊക്കെ 1 കിലോൻ്റെ പാക്കറ്റിന് 50 രൂപ. പിന്നെ ഉഴുന്നുവടയാക്കാനുള്ള കൂട്ടിന് 1/2 കിലോൻ്റെ പാക്കറ്റിന് 60 രൂപ. അരക്കുവാനുള്ള മെഷീൻസൊക്കെ ഒരു റൂമിൽ വരിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്, യാതൊരുവിധ കെമിക്കൽസും ആഡ് ചെയ്യുന്നതല്ല. ദോശക്കും അപ്പത്തിനുമൊക്കെയുള്ള കൂട്ടുകളൊക്കെ 1-2 ദിവസം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. വറുത്തരച്ച കൂട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ 2 മാസം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തേങ്ങ വറുത്തരക്കാൻ വേണ്ടി തേങ്ങ ചിരകി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം വലിയ ഓട്ടുരുളിയിൽ ഇവിടുന്ന് തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു പുറമെ മത്സ്യത്തിനുള്ള അരവുകളും പിന്നെ പച്ചടി, കാളൻ എന്നിവയ്ക്കുള്ള അരവുകളും ഇവിടെ ലഭ്യമാണ്. അതിന് 1/4 കിലോൻ്റെ പാക്കറ്റിന് 40 രൂപയാണ് വില. അപ്പം നമ്മുടെ നാട്ടിൽ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളും സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാനിവിടുന്ന് 1/2 കിലോൻ്റെ ഉഴുന്നുവടക്കുള്ള കൂട്ടാണ് വാങ്ങിയത്. 60 രൂപയാണ് വില. വാങ്ങിയാൽ മാത്രം പോരല്ലോ, നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയൊക്കെ ചെറുതായി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മൂവൻ കുരുമുളക് കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ 9895274176. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഉഴുന്നുവട നമുക്ക് ആവശ്യമുള്ള സൈസിലേക്കാക്കി ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗവും ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ ഉഴുന്നുവട ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഉഴുന്നുവടേൻ്റെ കൂട്ടൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ചട്നിയുമില്ല, സാമ്പാറുമില്ല, നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ചിക്കൻ സ്റ്റൂവും അതിൻ്റെ കൂടെ ഉഴുന്നുവടയും കൂടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. മംഗല്യ അരവ് കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഉഴുന്നുവടയുടെ കൂട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള വട തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്